ഏകദേശം 10 കോഴിയോളം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 7 നഷ്ടപ്പെട്ടിട്ടുണ്ട്. 3 ഇപ്പോൾ ഉണ്ട്. നിലവിൽ ഇപ്പോൾ ഓരോ ആഴ്ച വെച്ച് ഓരോ കോഴി വെച്ച് നഷ്ടപ്പെടുകയാണ്. എന്താ പിടിച്ചുകൊണ്ട് പോകുന്നത് നമുക്കിതുവരെ കാണാൻ പറ്റിയിട്ടില്ല. കീരിയാണോ കുറുക്കനാണോ എന്നാകെ ഒരു സംശയത്തിലാണ്. എന്തായാലും കോഴികൾ ഓരോ ആഴ്ച വെച്ച് നഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ ഇനി 3 കൂടെ ഉള്ളു ബാലൻസ്. പഞ്ചായത്ത് മെമ്പർ ഇതുവരെ അറിയിച്ചില്ല. കാര്യം നമുക്ക് ഈ ഭാഗത്ത് കുറുക്കൻ്റെ ശല്യം അങ്ങനെ ഉണ്ടായതായിട്ട് അറിയത്തില്ലായിരുന്നു. അത് കാരണം കീരിയായിരിക്കും അല്ലെങ്കിൽ മരപ്പട്ടി ആയിരിക്കും എന്ന് വിചാരിച്ചിരുന്നു. ഇപ്പോഴാണ് അറിഞ്ഞത് ഇതുപോലെ നമ്മുടെ ഈ ഏരിയയിലൊക്കെ കുറുക്കൻ്റെ ശല്യം ഉണ്ടെന്നുള്ളത് ഇപ്പോഴാണ് നമുക്കറിയാൻ പറ്റിയത്. ഇതുവരെ ചോദിച്ചിട്ടില്ല. ഈ ഹൈസ്കൂൾ വാർഡിൽ നിരന്തരം ഇത്തരം മൃഗങ്ങളുടെ ശല്യം തുടങ്ങിയിട്ട് കുറേ നാളുകളായി. ഇതിന് മുമ്പ് ഈ പ്രദേശത്ത് വന്യമൃഗമല്ലേ പോലും പട്ടി 4 പേരെ കടിച്ച് അതിൻ്റെ പുറകെ പട്ടിപിടുത്തക്കാരും ഒക്കെ ആയിട്ട് വന്ന് അതിൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ നിൽക്കുന്നു. അതിനകത്ത് എനിക്ക് പരിക്ക് പറ്റിയ ഒരാളുടെയാണ്. അപ്പോൾ അതിന് ശേഷം അതിൻ്റെ വിശ്രമത്തിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ അടുത്ത സാധനം വന്നിരിക്കുന്നത്. കുറുക്കൻ ആണെന്നും കുറുനരിയാണെന്നും ചെന്നായാണെന്നും ഒക്കെയുള്ള പല വാദങ്ങളും നിലനിൽക്കുകയാണ്. ഇവിടെ ഈ പാറപ്പുറം പ്രദേശത്ത് കുന്നങ്കര ഭാഗത്തൂടെ ഒരു മുളക്കാഞ്ചിറ കനാൽ ഒഴുകുന്നുണ്ട്. അപ്പോൾ ആ കനാലിൻ്റെ സൈഡിലുള്ള പല പുരയിടങ്ങളും ആൾതാമസം ഇല്ലാതെ, വീടുകളിൽ താമസമില്ലാതെ അവരുടെ ഏക്കർ കണക്കിന് വസ്തു കാട് പിടിച്ച് കുറ്റിക്കാട് നിറഞ്ഞു നിൽക്കുന്ന അങ്ങനെയുള്ള ഒരു സ്ഥലം ഉള്ളതുകൊണ്ട് ഇത് മുളക്കാഞ്ചിറ കനാൽ വഴിയാണെങ്കിലും നീന്തി വന്ന് ഇത്തരം കാടുകളിൽ വസിക്കാനുള്ള സാഹചര്യമുണ്ട്.